ഒരു രാജേശ്വരി വണ്ടിയൊക്കെ ലോക്കാണ്. നീ പോയിട്ട് പറ. ഹലോ മച്ചാരെ നീ പോയിട്ട് പറ. സാറേ വണ്ടി തുറന്ന നടക്കണത് പറ. വണ്ടി എടുക്കരുത്. സാറേ ഒരുമാതിരി ഊമ്പിത്തരം കാണിക്കല്ല സാറേ. വണ്ടിയിൽ സാർ എന്തിനാണ് ഈ സാധനം ഇടണത്? സാറിന് എന്ത് റൂളാണുള്ളത് ഈ സാറിന്? അപ്പൊ സാറിന്റെ മൂച്ചാണ് വണ്ടി ലോക്ക് ചെയ്യണത്. അല്ല സാറ് പിന്നെ മൂഞ്ചാണ് വണ്ടി ലോക്ക് ചെയ്യണം. എനിക്ക് അറിയത്തോണ്ട് സാർ പറഞ്ഞായിരിക്കും സാർ മൂഞ്ചാണ് ലോക്ക് ചെയ്യണം. സാറിന്റെ പവറില്ലേ? സാറ് വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പാടില്ല ഒന്നാമത്തെ കാര്യം. സാറ് എടുത്തിട്ട് പോയി. എന്നിട്ട് സാറ് നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കാനുള്ള സാറേ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെറും സാറ് ഇതൊക്കെ മോശമല്ലേ സാറേ? ഓ അപ്പൊ സാർ എല്ലാം സാർ എന്നാ ദോടക്കണ വണ്ടി ഇല്ലല്ലോ ഈ സാധനം. ദോടക്കണ ആ പീടി വണ്ടിയില് സാറേ ഒരു കള്ളന് നിങ്ങളുടെ വണ്ടി എടുക്കാൻ പറ്റൂല ഇപ്പം? സാറേ ഞങ്ങളൊക്കെ പ്രൊഫഷണൽ തീവ്സ് ആണ് ഇവിടത്തെ. നിങ്ങൾ കാണിക്കുന്നത് വെറും ഷൊട്ടത്തിലല്ല സാറേ. നിങ്ങൾക്ക് വണ്ടി സാറേ നിങ്ങളുടെ വണ്ടി ലോക്ക് ഉണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാറിന് പ്രത്യേക സാധനം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ സാധനം നമുക്ക് എന്താ സാറേ? സിറ്റിസൺ എന്താ നമ്മുടെ വണ്ടി ലോക്ക് ചെയ്യാ ഇതുപോലെ? അപ്പൊ നമ്മുടെ വണ്ടി ആരും കൊണ്ടുപോലല്ല. ഓ സാർ എന്തിനു പഠിച്ചിട്ടാണ് പീഡി കയറിയത്? എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടറാ? MBBS സാർ പഠിച്ചേ? ഡോക്ടറാണ് സാർ. അത് ആശുപത്രി സാറേ ഹോസ്പിറ്റലിൽ പോയത് സാറ് ഡോക്ടറിനെ പഠിച്ചെന്നാ പറഞ്ഞു സാറേ. സാറ് പൊട്ടറാണോ സാറ്? ശരിയായിട്ടൂടെ? ആ സാറിന് കേട്ടൂടാത്തോണ്ട് ആ സാറേ ഞാൻ അങ്ങനെ കേട്ടെ. ഓ സാറ് ഡോക്ടറേറ്റ് ഒക്കെ പഠിച്ചിട്ട് അപ്പൊ ശരി. എന്നിട്ട് സാർ വേറെ എന്തൊക്കെ പഠിച്ചു? സാർ എത്ര എക്സാം എഴുതി? സാർ എത്ര എക്സാം ഒക്കെ എഴുതി? ഞാൻ എത്ര എക്സാം എഴുതുന്നല്ല, ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഡോക്ക് എടുത്തു, അതിന് ശേഷം ഡോക്ടറേറ്റ് എടുത്തു, അതിനുശേഷം നമ്മൾ പോലീസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് പോലീസിൽ കയറിയത്. പിന്നെ ഡോക്ടർ എന്നാണ് പറഞ്ഞത് ഇപ്പൊ? ഡോക്ടറേറ്റ് സാർ വണ്ടി അടുത്തേക്ക് അറസ്റ്റ് അല്ലേ? തുറന്നോട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും ഇതിന്റെ അകത്ത് പാട്ടൊക്കെ പാടി ഈ പാട്ടൊക്കെ ഇട്ട്. അവിടെ ഇരുന്നു സാർ, വണ്ടി എടുത്തല്ലേ? വണ്ടിക്കത്തിരുന്നു തന്നല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചിലപ്പോ ഇവിടെ നിന്ന് പലതും ചെയ്യും. ഞാൻ പീഡി എന്നൊക്കെ പറയും, ലൈറ്റ് ഇടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടാ ഈ മൈക്രോഫോൺ ഓൺ ആക്കണം എങ്ങനെ ഈ വണ്ടിയിലുള്ള? ഹലോ ആ ഒന്ന് പറഞ്ഞ സാറേ. മൈക്രോഫോൺ ഇല്ല വണ്ടിയില്. ഒന്ന് തപ്പട്ടെ സാറേ, ചിലപ്പോ എവിടെയും കാണും. കണ്ടുപിടിക്കട്ടെ, അത് കണ്ടുപിടിക്കട്ടെ, എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതൊക്കെ ആരാ? ഇതൊക്കെ സാറായിരുന്നോ? Please come here. It's related to situation. That's why please come here. It's related to situation. That's why please come here. ഞാൻ തന്നെ വണ്ടി ഓടിക്കാം സാറേ. വണ്ടി മോഷ്ടിക്കാൻ നോക്കിയാ സാറേ? ഇപ്പൊ വരാൻ പറ്റില്ല സാറേ, പറഞ്ഞ മനസ്സിലാക്ക്. ഒരു പീഡിയിലേക്ക് വന്നാ മതി സാറാ. സാറ് വീട്ടിലെത്തോ? ഞാനാ സാറ് വീട്ടിലെത്തോ? സാറേ വീട്ടിലെത്തോ? അങ്ങനെ ചിലപ്പം എത്തൂല. ചന്ദ്രന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ? എന്നിട്ട് സാറേ വെറുതെ
സാറേ സാറ് സാറേ സിറ്റുവേഷനിലേക്ക് മാറ്റുന്നേ. അതാണ് ഞാൻ സാറിന് എന്നെ പിടിച്ചോണ്ടുള്ള ഉദ്ദേശം, അവർക്ക് രക്ഷിക്കണമെന്നുള്ള ഉദ്ദേശം. സിമ്പിൾ. ഒരു സെക്കൻഡ് സാർ വണ്ടി എടുത്ത് ഞാൻ പറയട്ടെ. സാറിന് എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശം സാറ് പറ. സാറിന് എന്നെ ഇപ്പൊ അകത്തുകൊണ്ട് ഇടാനുള്ള ഉദ്ദേശമല്ലേ? അതുപോലെ തന്നെ അവർക്ക് എന്നെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഇവിടെ വേറെ ദുരുദ്ദേശം ആർക്കും ഇല്ല. ഇത് വൾഗറാക്കണ്ട ഞങ്ങൾക്ക്. സാർ ഇവിടെ ഇറക്കി വിട്ടാൽ പ്രശ്നം ഇവിടെ തീരും. ഇവിടെ തീർന്നു. ഇവിടെ സാറിന്റെ വണ്ടി ഇറങ്ങിയപ്പോ സാർ ഒരു കുറ്റകരമാണ് ചെയ്തേക്കുന്നത്. സാറിനെ നിയമപരമായിട്ട് പീഡിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് പ്രോസസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. സാറിനെ ചതിച്ചല്ലേ സാറേ? സാറിനെ ചതിച്ചല്ലേ അവിടെ വെച്ച് പിടിച്ചത് വണ്ടി ഇറങ്ങിയപ്പം? ചതിച്ചിട്ടോ? പിന്നെ വണ്ടി ഇറങ്ങി കഴിയുമ്പോ നമ്മള് കഫി ഉണ്ടായോ? അപ്പൊ ഇവന്മാരെന്ത് ചെയ്യണമെന്ന് ഇനിയിപ്പം അവര് തന്നെ തീരുമാനിക്കണം സാറേ. ഞാൻ എന്തോ പറയണേ ഇതിൽ ഇനി? എന്താ പറയാ, 3 വണ്ടി വളഞ്ഞേക്കുവാ. ഇവിടെ നിന്ന് വെറുതെ മാസാന്തി എടുത്തോണ്ട് പോകാൻ നിൽക്കുന്നത് സാറേ. വെറുതെ പുറത്ത് ഇറക്കി വിട് സാറേ. എന്തിനാണ് വെറുതെ? ഇല്ല സാർ, അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല സാറേ. എന്താണ് ഇങ്ങനെ വെറുതെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇറക്കി വിട്ട കാര്യം സാറേ? നാളത്തെ പീടിയില്ല എന്നെ ചേർത്ത് കൊണ്ടറാ ഈ നായി. സാറേ സാറേ വേണ്ട അപ്പോഴേ പറഞ്ഞു സാറേ. മര്യാദക്കാണെ മര്യാദക്ക്, മനസ്സിലായ? വല്ല ആവശ്യമുണ്ടോ? അവനങ്ങ് പീടി കൊണ്ട് ഉണ്ടാക്കിയാൽ പറ്റത്തുള്ളൂ. അവനങ്ങ് വണ്ടി കയറാ. കൂടുതൽ ആളാണത്. മാഡം ബൈ ബൈ. നമ്മളപ്പോ അങ്ങോട്ട് പോട്ടെ. ഈ കഞ്ഞിക്കുള്ള സാറേ എന്റെ ടീമിലാണ്. പുള്ളിയാണ് രക്ഷപ്പെടുത്തിയ. പുള്ളിയാണ് എല്ലാ സഹായങ്ങളും ചെയ്തത് എനിക്ക്. നന്ദി സാറേ. സാറേ എന്നെ കൊണ്ട് പീടി പോലും ഇല്ല. അവരെയൊക്കെ പിള്ളേർ കൊന്നറിഞ്ഞ്. സാറേ ഇപ്പൊ വരാവേ. സാറേ സംസാരിക്കും. ഇങ്ങോട്ട് വരും. ഇല്ല മാത്രം മതി, ബാക്കി വേറെ ആരും വേണ്ട. സംസാരിച്ചിട്ട്. ഹലോ ഇതെന്തായിരുന്നു ഇഷ്യൂ? എന്തായിരുന്നു സാറേ? ഇത് ഇഷ്യൂ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് സാറേ, ഞാൻ അങ്ങോട്ട് പറയട്ടെ. എനിക്ക് എന്റെ ജൂനിയർ ഓഫീസേഴ്സ് പറഞ്ഞ സാർ ഇത് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടത്തുന്നില്ല. എനിക്ക് ഞങ്ങളോട് സാറേ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് പീടി പോയിട്ട് എന്നാ പീടി പോ. എടാ ഞാൻ പീടി പോയി സംസാരിച്ചിട്ടാ. എടാ ഞാൻ പീടി പോയി സംസാരിച്ചിട്ടാ. അല്ല ഞാൻ എടാ ഇത് എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അവര് ഞാൻ സംസാരിച്ചിട്ടേ. എനിക്ക് സംസാരിക്കണം. സംസാരിച്ചിട്ടാ. നമ്മള് വരും മച്ചു തോന്നി വാസോ. അത് ഇല്ല എടാ ശിവ നില്ലടാ സംസാരിച്ചടാ ശിവേ. മര്യാദ ആദ്യം സംസാരിച്ചത്. അപ്പൊ കൊണയായിരുന്നല്ല, ഒരുമിച്ച് വരാം. ഓ കുരുവിള സാറേ, ഈ കുരുവിള സാറാണ് എന്നെ പൊക്കിയത്, റിവൈവ് ചെയ്ത്. ആ സാറാണ് എന്റെ കൂടെ എന്നെ എല്ലാ ഹെൽപ്പും ചെയ്യണം എനിക്ക് വേണ്ടി എപ്പോഴും. സാറേ സാർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സാർ നമുക്ക് എല്ലാം അവിടെ പോയി നിന്നിട്ട് സംസാരിക്കാം. ഇതെന്നെ സെർച്ച് ചെയ്തെടുക്കുക. ഒന്ന് കെ പി സാറിനെ കണക്ട് ചെയ്യാൻ. ഓക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറയണേ. അത് കഴിഞ്ഞിട്ട് ഹലോ ചന്ദ്രൻ. ഹലോ സാറേ. ചന്ദ്രൻ അവിടെ ഉണ്ട്. അവിടെ വണ്ടി എടുക്കുമ്പോഴും കേറി ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ടായതാ. ഓക്കെ, നമ്മളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടൊന്നും ഒരു കാര്യം സംസാരിച്ചിട്ടില്ല സാറേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വണ്ടി നിങ്ങൾ ലോക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാറേ, അല്ലെങ്കിൽ നിങ്ങളെ കടമയാണ്.
നിങ്ങള് തീർച്ചയായിട്ടും. സാറേ നിങ്ങളത് ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. നിങ്ങള് സാറേ ഇത്രയും ഞാൻ എവിടെ സാറേ ഞാൻ അന്നും പറഞ്ഞതാണ് ഇന്നും പറഞ്ഞതാണ് സാറേ ഇത്രയും പൂട്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ കുറച്ച് ഓവറെന്ന് തോന്നില്ല സാറേ? സാറേ ഞാൻ കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കട്ടെ. ഞാനൊരു ഒറ്റ കാര്യം കൊണ്ട് അവിടെ ഈ ഫയറിംഗ് സിറ്റുവേഷൻ വരണ്ടല്ലോ ഉണ്ടായിരുന്നു. സാർ എനിക്കൊരു കോള് വന്നുകൊണ്ടിരിക്കുന്നത് സാർ, ഞാൻ ഫോൺ ഓഫ് ചെയ്ത ഒരു സെക്കൻഡ്. ഹലോ, എന്താ ഫോൺ നിൽക്കില്ല? ഒന്ന് ഫ്ലൈറ്റ് മോഡിലോട്ട് ഇടാവോ? Hello, am I speaking to Mr. Chandrabose? കേക്കാവോ? ആ കട്ടി സാറേ ഇത് റേഡിയോ സൈലന്റ് ആവണം. സാറേ ഇത് പറഞ്ഞു സാറേ. സിമ്പിൾ ആയിട്ട് പറയണേ, ഇത് സ്വർണത്തിന്റെ വണ്ടി ഒന്നല്ല സാറേ. നിങ്ങളുടെ വണ്ടി നമ്മളെ പോലത്തെ സാറേ. നമുക്ക് ഇക്വാളിറ്റി ഇല്ല സാറേ. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രബോസ്, നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ ഫാമിലി വെഹിക്കിൾ ഓക്കെ, അതൊരു സിറ്റിസൺ എടുത്തിട്ട് പോയി നിങ്ങൾ സമ്മതിക്കുമോ? സാറേ കൊണ്ടുപോയാ കൊണ്ടുപോകും, അത് അവന്റെ കഴിവ് എടുത്തോണ്ട് പോണവന്റെ. അവനെ നമ്മൾ പിടിക്കുന്നുള്ളത് നമ്മുടെ കഴിവ്, നമ്മൾ പിടിക്കും ചിലപ്പോ. ഞാൻ കാര്യം പറയട്ടെ, സാറ് പറഞ്ഞതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചന്ദ്രബോസ് ഫാമിലിയുടെ വെഹിക്കിൾ എടുത്തിട്ട് പോയിട്ട് ആ വെഹിക്കിൾ വെച്ചിട്ട് ആരെടുത്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരുടെ പേരിലായിരിക്കും അത് വരിക? സാറേ അതാണ് പറഞ്ഞത്, ആ വണ്ടി കൊണ്ടുപോകുമ്പോ തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വണ്ടി തിരിച്ച് റിട്രീവ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞങ്ങളത് എന്താ സാറേ, സാറ് ഒരാൾ ഡ്രൈവ് സീറ്റ് കയറി ഇരുന്നപ്പോ സാറ് വീൽ ക്ലാമ്പ് ചെയ്യണതിന്റെ ആവശ്യം എന്താ സാറേ? അല്ല സാറേ, സാറേ ഇപ്പൊ എന്നാ ആസാം ഞങ്ങൾക്ക് സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി ഇതുപോലെ ഒരാൾ വണ്ടി കയറിയിരിക്കുമ്പോ ഞങ്ങൾക്ക് ചെയ്യാലോ. ഇപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗ്യാങ് വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ സാർ എന്താ സാറ്, അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ വണ്ടി കുറച്ചൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഞങ്ങളും ചെയ്തോളാം. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അവിടെ വണ്ടി എടുക്കാം സാറ് വന്നു വണ്ടി എടുക്കാൻ വന്നപ്പോ ഇവര് വീൽ ക്ലാമ്പ് ചെയ്തു. ഓക്കെ, അത് ശരി. അത് കഴിഞ്ഞ് വല്ല ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വല്ല ഇതുണ്ടായിരുന്നു അവിടെ? സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ? അതോ ഫയറിംഗ് സിറ്റുവേഷന് ഞങ്ങൾ ഓൾറെഡി അല്ല, ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. മോശമായിട്ട് എന്തെങ്കിലും സാറിനോട് ഫാമിലി പെട്ടവരോട് ആരോഗ്യം മോശമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഞങ്ങളുടെ ഫാമിലി എന്നെ പിടിച്ചോണ്ട സമയത്ത് എന്റെ ഫാമിലി ആൾക്കാർ സൈഡിലുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നിങ്ങളൊരു ഹയർ ഓഫീസറിനെ കൊണ്ടുപോകുന്ന പറയുന്നത് ഞാൻ അവരെ കോ ലീഡറാണ്. അപ്പോൾ അവര് എന്നെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് എന്താ കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ വന്നു ബാക്കിന്ന്. നേരെ വണ്ടി ട്രയാങ്കിൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സാറേ ഇത് പീഡി വരെ എത്തുമോ സാറേ എന്ന് ചോദിച്ചു. പ്രശ്നമാവും, ഇത് മിക്കവാറും ഇവർ പ്രശ്നം ഉണ്ടാക്കും സാറേ, സംസാരിക്കാന്ന് പറഞ്ഞു. അന്നേരം അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറേ ഇത് എന്നെ വിടണം എന്നുള്ള രീതിയിൽ അവര് ഇത് ചെയ്തു, പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അന്നേരം സാറ് പറഞ്ഞു ഇല്ല അതങ്ങനെ ശരിയാവും സാറേ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകാൻ നോക്കി. അന്നേരം അവിടെ ഒരു ഫയറിംഗ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതായത് പ്രൊവോക്ക് ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒറ്റ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ്, അതായത് സാറിന് വണ്ടി കയറ്റിയ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം. പിന്നെ എന്നെ വണ്ടി കയറ്റിയത് മാത്രമല്ല കാരണം, രണ്ടാമത് അവര് സംസാരിക്കാൻ വന്നല്ലോ. അന്നേരം അവര് കോപ്പറേറ്റ് ചെയ്തില്ല. പീഡി നമ്മള് എത്ര പേരുണ്ടായിരുന്നു? എനിക്കോട് 7-8 പേരുണ്ടായിരുന്നു. ഓക്കെ ചന്ദ്ര സാർ, ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ ചന്ദ്ര സാർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളവിടേക്ക് കൊണ്ടുവന്നില്ലേ, അതേപോലെ തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് നമ്മൾക്ക്. കാരണം അവിടെ നിന്ന് സംസാരിച്ച പുതിയ ഓഫീസറും സാറേ ഞാൻ പറയട്ടെ, ഞാനും പുതിയൊരു ഓഫീസറും കൂടി അവിടെ 4 ആള് നിങ്ങൾ കോർണർ ചെയ്ത് വെച്ചപ്പോൾ നമ്മളവിടെ വെറുതെ വന്നതാ. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. നമ്മുടെ പേടി വണ്ടി കണ്ടു പോകുന്നതാ. അവിടെ വന്നപ്പോൾ ഞങ്ങളെ വെറുതെ നമ്മളോട് ചോദിച്ചിട്ടും കൂടില്ല എന്താ കാരണം, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഫയറോ നിങ്ങളോട് ലീവ് ചെയ്യാൻ പറയാ, ഒന്നും ചെയ്യാതെയാണ് അവർ നമ്മളെ വെടിവെച്ചിട്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ നല്ലതാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് സാർ. അതൊക്കെ നല്ലതെന്നല്ല പറയണം. അവിടെ ട്രിയറിംഗ് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നു. ഇല്ല സാറ് മനസ്സിലാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാറിന്റെ അടുത്ത് ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. സാറ് പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറയട്ടെ. എനിക്ക് മനസ്സിലായില്ല എന്നെ എന്തിനാ വെടിവെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒരു വണ്ടി എനിക്ക് പറയാൻ ഗ്യാപ്പ് ഞാൻ പറഞ്ഞുതരാം. ചുറ്റിനും നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു, അവിടെ വന്ന് വണ്ടി നിർത്തുന്നു. സാറേ ഇങ്ങനെ ഞാൻ പറയട്ടെ, അതായത് അവിടെ നിങ്ങള് ഒബ്വിയസ്ലി പീഡി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങള് എന്തായാലും അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യാ? നിങ്ങളവിടെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും അടിച്ചു നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു വാണിംഗ് നിങ്ങൾക്ക് ചാറ്റ് വഴി തരും. ഓക്കെ, ഇവിടെ ലീവ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാറ്റ് തരും. ചുമ്മാ ഒരിക്കൽ നിങ്ങൾ കഫേ ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കഫേ ഞങ്ങൾ കഫേ എന്നുണ്ടെന്ന് പറയും. എന്നെ കഫേ പറഞ്ഞിട്ടാണോ സാർ കഫേ? എന്നെ കഫേണെന്ന് പറഞ്ഞിട്ടല്ല എന്നെ പിടിച്ച് കഫേ വണ്ടി കയറ്റിയതും
അതായത് സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഞാൻ നല്ല റേഞ്ചിലായിരുന്നു. ഞാനൊരു ഒരു അബ്യൂസീവ് വാക്കും പറഞ്ഞിട്ടാണ് ഞാൻ എന്താ പരിപാടിയാ കാണിക്കണേ എന്നുള്ള രീതിയിൽ എന്ത് പരിപാടിയാ കാണിക്കണേന്ന് ഞാൻ ചോദിച്ചത്. കാരണം ഇല്ല സാറേ പറഞ്ഞ് തീരട്ടെ. എന്നിട്ട് ഞാൻ ആ വണ്ടിക്കകത്ത് കയറിയിരുന്നപ്പം ഞാൻ എന്തായാലും ട്രാപ്പായി. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ സാറേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യും, നിങ്ങൾ ജയിലിലാണോ ജയിലിൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പ്രൊസീഡ് ചെയ്യും സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സാറ് പറഞ്ഞു, കേൾക്കാം ഞാൻ പറയുന്നത്, അവിടെ നിന്ന് സാറ് പറഞ്ഞു ഇല്ല നീ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോ, നിന്റെ ഇത് കഴിയട്ടെ എന്ന് അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു. സാറ് പറഞ്ഞത് വണ്ടിയില് എന്തോ ഉണ്ട്. അല്ല എന്നെ നീ എന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് അല്ല എന്റെ അടുത്ത് നീ എന്നുള്ള സാറിനാ എനിക്ക് ഓർമ്മയില്ല. എന്റെ അടുത്ത് ആ ഒരു ഇതിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്, എനിക്കറിയത്തില്ല എന്തോ ആയിക്കോട്ടെ. ചന്ദ്രൻ പറഞ്ഞു അവിടെ മറ്റേ ഇതുണ്ടോന്ന് ചോദിച്ചു, നമ്മുടെ വണ്ടിയില് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തോ, ഇന്റർഗേഷൻ കഴിയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇല്ല ഇന്റർഗേഷൻ കഴിയണേ ഞാൻ നോക്കണേ തന്നെ വെയിറ്റ് ചെയ്തിരിക്കില്ലായിരുന്നില്ല. വണ്ടി ലോക്കാണ്, ഇനി ഇറങ്ങാൻ പറ്റത്തില്ല, അതിന്റെ അകത്ത് ഇരുന്നോ എന്നുള്ള രീതിയിലാ പറഞ്ഞു. അതിന്റെ അകത്ത് ഇരുന്നോ എന്നുള്ള രീതിയിലാ പറഞ്ഞു. അന്നേരം നിങ്ങൾക്ക് ഞാൻ കേട്ടെ നോർമലി എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇത് കൊണ്ടുവരേണ്ടതിന് അത്രയും നേരം അവിടെ ഇതാക്കിയിട്ട് അതും കഴിഞ്ഞ് എന്റെ അടുത്ത് പറയാതെ എന്നെ കഫൻ ചെയ്ത് വണ്ടി നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഓപ്പി ആയിട്ട് തോന്നില്ലേ സാറേ? ഞങ്ങൾക്ക് സാറേ ഇത് സാറേ ഇതൊക്കെ കുറച്ച് ഓവർ പവേർഡ് എന്നാണ് അതിനർത്ഥം. സാറിന് മനസ്സിലാവും ഇംഗ്ലീഷ് അറിഞ്ഞൂടെ സാറിന്? അതാണ് സാറേ സാറേ ഇറങ്ങുമ്പോ തന്നെ ഒരാളെ കഫ് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ഇറങ്ങുമ്പോ തന്നെ ഒരാളെ അതായത് പറയുന്നില്ല എടുക്കുന്നില്ല. ഓക്കെ പറയാൻ വേണ്ടി എടുക്കാൻ വേണ്ട സാറേ. ഇപ്പൊ കുറച്ചു നേരത്തെ സാറ് തന്നെ പറഞ്ഞു, മറ്റേ സാറിനെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ കഫ് ചെയ്യുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ, പറയാതെയാണ് എന്നെ കഫ് ചെയ്തത്. അല്ലേ ഓ സാറേ ഞാൻ ഓടില്ല. സാർ എത്ര സാലറി ആയിട്ട് വിടുന്നത്? എന്താ കേട്ടില്ല? സാലറി സലോമിയോ? സാലറി സാലറി എത്ര കിട്ടും? കുറച്ചുണ്ട് സാറേ, കുറച്ച് ലക്ഷങ്ങളുണ്ട്. 40 കോടി നമ്മുടെ റാങ്ക് അനുസരിച്ചാ സാറേ, റാങ്ക് അനുസരിച്ച് സാലറി കൊടുക്കൊണ്ടിരിക്കും. ഹലോ ഹലോ അപ്പൊ നമ്മളെവിടെ നിർത്തിയത്? എവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാ അവര് വെടിവെച്ചെന്ന് പറഞ്ഞു. ആരെ? സ്വാഭാവികമായിട്ടും സാറേ ഞങ്ങള് 4 ഓഫീസേഴ്സ് ഡൗൺ ആണ്. അതാണ് ആ വണ്ടിക്കകത്തേക്ക് 3 പേര്, പിന്നെ വേറെ 2 പേരും, ഒരാള് അങ്ങനെ 4 പേര്, അങ്ങനെ 4 ഓഫീസ് EMS വന്നിട്ടാണ് അവരെ രക്ഷിച്ചത്. 4 പേർക്ക് ഇത് കൊണ്ടിട്ടുണ്ട്, വെടി കൊണ്ടിട്ടുണ്ട്. അപ്പൊ സാർ ഇതിപ്പോ എങ്ങനെയാണ് സാറ്? ഞാനിപ്പോ സാറിനോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത്, സാർ ഇപ്പൊ ഇതെന്താണ് സാർ ഓക്കെ ആണ്? ഇത് റൂൾസ് ഇതാക്കിയിട്ട് PD വണ്ടി എടുക്കാണ്ട് പോവാൻ സാറിന് പറ്റുമോ? ഇല്ല സാർ, ഞാൻ ഇനി PD വണ്ടി ഒന്നും എടുക്കാൻ ഇനി എടുക്കത്തില്ല സാറേ. അപ്പൊ എന്തായാലും സാറിന് ഫൈനും ജയിൽ ടൈമും ഉണ്ടാവും, അത് സ്വീകരിക്കാൻ റെഡിയാണോ? അത് റെഡിയാണ് സാറേ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഇതിന്റെ പേരിൽ ഇനി അടുത്ത ഞങ്ങൾ PD വെഹിക്കിൾസ് PD ഓഫീസേഴ്സ് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ വന്ന് ഞങ്ങളെ ആവശ്യമില്ലാണ്ട് വന്ന് അടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ വരുമോ? ഇപ്പൊ സാറാണല്ലോ ഇപ്പൊ അവരുടെ കുടുംബത്തെ ഫാമിലിയിലെ മെയിൻ ആള്, അതായത് കോ ലീഡർ എന്ന് പറയുന്നത്. അപ്പോ സാറിന് തീരുമാനിക്കാൻ പറ്റുമല്ലോ. KP സാറേ, അതായത് ഈ സാറിനെയാണ് അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത്, EMS വന്നിട്ട് രക്ഷിച്ച ഈ സാറിനെയായിരുന്നു അവിടുന്ന്. ഓക്കെ, അപ്പോൾ സാറിനാണ് ഇപ്പം എന്നെക്കാളും കൂടുതൽ അറിയുന്നത് സാറിനാണ്. അപ്പോൾ സാറ് അതിനെ കുറിച്ച് സംസാരിക്കും. സാറ് സംസാരിക്കും. സൗണ്ട് കുറവാണ്. ഹലോ കുറവാ സാറേ, കുറവാ സാറേ പറയാം സാറേ കേൾക്കാം. സാർ എന്നെ പറഞ്ഞു ഓൾറെഡി അവിടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് സാർ എന്നെ പറഞ്ഞു.
ആ ചന്ദ്ര സാറ് പറഞ്ഞു സാർ പറയുന്നത് കേൾക്കുന്നില്ല, ഈ സാർ പറയുന്നത് കേൾക്കുന്നില്ല, സൗണ്ട് കുറവാ ഭയങ്കര. ഷൗട്ട് ഇടാവോ? ഷൗട്ട് ഇടാവോ? വിശ്വസിക്കുന്നു. ഹലോ, ഓക്കെ. സോ ചന്ദ്ര സാർ, ഞാൻ സിറ്റുവേഷനിൽ ഞാനായിരുന്നു സാറിനെ കപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ EMS ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അവിടെ ആ സിറ്റുവേഷനിൽ സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മിസ്റ്റേക്ക് ഒന്ന്, PD വണ്ടിയിൽ PDയുടെ പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറി വണ്ടി എടുത്തോണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഓൾറെഡി ക്ലാമ്പ് ഇട്ടിട്ടുണ്ടായതുകൊണ്ടാണ് അനുവാദം പറഞ്ഞു കഴിഞ്ഞാൽ സാർ എപ്പോഴും സമ്മതിക്കും എന്നെ വണ്ടി കയറാൻ? സാർ ഒരിക്കലും സമ്മതിക്കൂല, സാർ ഒരിക്കലും സമ്മതിക്കാൻ പോണില്ല. പക്ഷെ ഞാനത് വണ്ടി കയറി. അപ്പോഴത്തേക്കും നിങ്ങളുടെ മറ്റേ എന്താ പറയുന്നതിന് എന്താ വീൽ ക്ലാമ്പ് വെച്ചിട്ട് നിങ്ങൾ ലോക്ക് ചെയ്തു. അപ്പോ അന്നേരം ഞാൻ അത്യാവശ്യം ട്രിഗറായി. കാരണം എല്ലാ തവണയും നിങ്ങൾ ഇതാ ചെയ്യുന്നത്, സെയിം മെത്തേഡ് ഒരു പെട്ടെന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ അതിലൊരു സാറേ എന്നാ സാർ ഞങ്ങൾക്ക് സാറേ ഞങ്ങളുടെ ഗ്യാങ് വണ്ടി എല്ലാവരും എടുത്തോണ്ട് പോകാറുണ്ട് സാർ ഇതുപോലെ. അപ്പൊ ഞങ്ങൾക്ക് എന്താ സാറേ അപ്പൊ ഇക്കലോ അല്ല അങ്ങനെയാണ് സാറേ. ഇവിടെ എല്ലാരും കമ്പാരിസൺ ചെയ്താണ് സംസാരിച്ചത്. ഗ്യാങ് വെഹിക്കിൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ദേഷ്യം വരുന്നതാണ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഓഫീസേഴ്സ് ഇവിടെ. അപ്പൊ എനിക്കും സെയിം ആണ് സാർ. അല്ല നിങ്ങൾ എടുത്തോണ്ട് പോകാറില്ല, ബാക്കി ഗ്യാങ്ങുകൾ എടുത്തോണ്ട് പോകുമ്പോ എന്താ ചെയ്യുന്നത് എന്റെ അടുത്ത് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് ഞാൻ സാറിന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞത്. അതാണ് സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവരുടെ ഫാമിലി വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാ? ഇവരാ വണ്ടി എടുത്തിട്ട് വരാനല്ലേ ശ്രമിക്കൂടാ? അതെ നമ്മൾ ചെയ്തുള്ളൂ. അല്ല സാറേ അവർക്ക് ക്ലാമ്പ് വേണമെന്നാണ് പറയണത്. അവർക്ക് സാറേ ഇപ്പം പറഞ്ഞു സാറവിടെ ഉണ്ടായിരുന്നപ്പോ ഞാനവിടെ സംസാരിച്ചു. നമ്മുടെ ഭാഗത്തു നിന്ന് ഞാൻ അവിടെ പേഴ്സണലി മേക്ക് ഷുവർ ചെയ്തിരുന്നു നമ്മൾ ഒരു രീതിയിലും വൾഗറായിട്ട് സാറോട് സംസാരിച്ചിട്ടില്ല, ഒരു രീതിയിൽ സാറിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ശരിയല്ലേ? സാറാണ് നമ്മളോട് ആദ്യമേ തുറപ്പിട്ട് തൊട്ട് സാർമാർ എന്ത് ചൊട്ടത്തരമാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. വെരി ആംഗ്രി. സാർ ഒച്ച കൂട്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ വളരെ മാന്യപരമായിട്ട് സമാധാനപരമായിട്ട് സാറിനോട് പെരുമാറി. ഈവൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് പോലും സാറിന്റെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് വരുന്ന സമയത്തും നമ്മൾ വളരെ മാന്യമായിട്ട്. ഞാൻ സാറിന്റെ അടുത്ത് അന്നേരം പറഞ്ഞില്ലേ ആദ്യം ഞാൻ റേഞ്ച് അറിഞ്ഞ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വണ്ടി സാർ കൊണ്ടുപോകുമ്പോഴത്തേക്കും കഫ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ അടുത്ത്, സാർ ഇത് വിഷയമാവും, എന്താണ് സാറിന്റെ ഉദ്ദേശം എന്ന് സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അത്രയും വണ്ടി ഇരിക്കുമ്പോ സാറിന് മിനിമം സാറിന് അറിഞ്ഞൂടെ ഇത് എന്തായാലും വിഷയം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഇവിടെ? അല്ല സാറേ, ചന്ദ്ര സാറേ, സാറല്ലേ പറഞ്ഞേ നമുക്ക് സംസാരിക്കാം, വണ്ടി നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി. അതെ അത് കഴിഞ്ഞ ശേഷം എന്റെ കൂടെ റിക്വസ്റ്റില് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്, സാറിന്റെ പേഴ്സണൽ റിക്വസ്റ്റിൽ നമ്മളൊരു ചേസിനെ പോലും ഇവിടെ നിന്നില്ല. സാർ സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പോഴല്ലോ സാറിന് അടിച്ചേ അന്നേരം ഫാമിലി ഒരു ആ സമയത്ത് സാറിന്റെ വണ്ടിയുടെ ചുറ്റും വന്ന് നിന്നു. ഒന്നാമത്തെ കാര്യം അവിടെ ചുറ്റും നിർത്തേണ്ട കാര്യമില്ല, നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയില്ല. നിങ്ങൾ നമ്മളെ ഇല്ല സാർ ഇതിനെ പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞ് നിർത്തി അടിച്ചതെന്നുള്ള രീതി ആക്കല്ലേ സാറേ? അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല, അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് സാറിന്റെ അടുത്ത് ഞങ്ങൾ ആ 3 വണ്ടി ഞങ്ങൾ കണ്ടത് ഓൾറെഡി. അത് എന്തായാലും അത് വൾഗറാവുന്ന എനിക്ക് സാറിന്റെ അടുത്ത് ചോദിച്ചു ഇത് വൾഗറാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇല്ല, എനിക്കിത് വൾഗറാക്കാനുള്ള ഒരു ഉദ്ദേശമില്ല, സാറിന്റെ അടുത്ത് വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. എന്താ സാറേ? അല്ല ഞാൻ അത് വണ്ടി നിർത്തിയതിനു ശേഷം അവര് സാറിന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ സാറ് ഇപ്പൊ നിങ്ങളുടെ ഒരു ഹയർ ഓഫീസർ എങ്ങനെയാണോ അതുപോലെയാണ് അവർക്ക് ഇറക്കി ആളെ വിടണം എന്നുള്ള രീതി പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്നെ കൊണ്ടുപോകുന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ PD-യുടെ ബാക്കി കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മള് സിറ്റിയിൽ ലോ ആൻഡ് ഓർഡർ ആണല്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ സാറേ നിങ്ങൾ ജീവൻ ത്യജിച്ച് ഒരാളെ നിങ്ങളെ പിടികൂടണമെന്നുള്ളത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സംസാരിച്ചത് അവരുടെ കയ്യിൽ ഗണ്ണുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അവരൊരാൾ ഗണ്ണെടുത്തിട്ടല്ല നമ്മളോട് ഭീഷണിപ്പെടുത്തിയത്. ഞങ്ങൾ 3 വണ്ടിയുണ്ട്, സാർ ഇവിടെ ഇറങ്ങുന്നതാണ് പറഞ്ഞത്. അതിൽ ഗണ്ണുണ്ടായിരുന്നു, ഇറങ്ങിയപ്പോ അവരെ ഗണ്ണുണ്ടായിരുന്നു. സാർ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അതിലെനിക്ക് എതിരഭിപ്രായമുണ്ട്. സാറിന് അത് വേണമെങ്കിൽ ഞങ്ങളുടെ ബോഡി ക്യാമിനകത്ത് സാറിന് കാണിച്ചു. അല്ല എന്റെ ബോഡി ക്യാമിൽ ഞാൻ കണ്ടതാണത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് കാണിക്കേണ്ടി വരും. കാരണം എന്റെ ബോഡി ക്യാമ്പ് ക്ലിയർ ആണ്. അത് ക്ലിയർ നമ്മളിപ്പോ തന്നെ ഈ സംഭവം നടത്തി സാറോട് നമ്മൾ ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അത് നിങ്ങൾ അവിടെ ഇറങ്ങിയ ആൾക്കാരുടെ കയ്യിൽ കണ്ണില്ല. നമ്മൾ രണ്ടാമത് അവർ പറഞ്ഞ ഡയലോഗ് തന്നെ ഞങ്ങൾ വണ്ടി ഇവിടെ ഉണ്ട്, ഷോയിൽ പോട്ടെ വേറെന്തൊരു വാക്ക് പറഞ്ഞല്ലോ, എന്തോ ഒരു സംഭവം കാണിച്ച് ഇവിടെ എടുത്തോണ്ട് പോകാൻ നോക്കരുത് എന്ന് പറഞ്ഞു. മാസ് ഞങ്ങൾ സാറേ മാസ് കാണിച്ച് ഇവിടെ എടുത്തോണ്ട് പോകാൻ നോക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ലെന്ന് പറഞ്ഞ റിവേഴ്സ് എടുത്ത പാടെ പുള്ളി കയ്യിൽ നിന്ന് ഗണ്ണെടുത്തു. ഒന്നും പറഞ്ഞില്ല, നേരെ നമ്മളെ ഫയർ ചെയ്തു.
ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. സാറിന് വേണമെങ്കിൽ സാറിന് ചെക്ക് ഇല്ല ചെയ്യാം. സാർ അത് ഞാൻ സാറിന് ചെക്ക് ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുന്നു, അതില്ല അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം സാറേ. പക്ഷെ അത് ചെക്ക് ചെയ്തോളൂ. ആ. അല്ല, ഒരു ഗണ്ണില്ലാതെ സാറിനോട് പറയുന്ന ഒരു കാര്യം നമ്മൾ ഫിയർ കാണിക്കേണ്ട ആവശ്യമുണ്ട് സാറിന്. നമ്മൾ കണ്ണുണ്ടായിരുന്നോടാ? ഇത് മറിച്ച് നേരെ തിരിച്ച് നിങ്ങൾ പുറത്തിറങ്ങി 3 വണ്ടി നാളെ വന്നിട്ട് വട്ടം കൂടി കണ്ണെടുത്ത് പോകണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുറത്തിറങ്ങിയൊക്കെ സാറിനെ അവിടെ ഇറക്കി വിടാനേ നമുക്ക് പറ്റുള്ളൂ. ശരിയല്ലേ? സ്റ്റീവിൽ കണ്ണുണ്ടായിരുന്നു, ഞാൻ കണ്ടോ സാറേ. ഒരാളെ കയ്യിൽ കണ്ണുണ്ടായിരുന്നു സാറേ. ഇല്ല സാർ, സാറേ കണ്ണുണ്ടായിരുന്നു സാറേ. ഇല്ല സാറേ കണ്ണുണ്ടായിരുന്നു. അല്ല എന്ത് നമുക്ക് അങ്ങനെയാണ് നോക്കാം. അത് നോക്കാം സാറേ, അത് വാട്ടവർ. അത് അപ്പോ സാറിന് അല്ലെങ്കിൽ അറിയത്തില്ലായിരുന്നു അവിടെ സിറ്റുവേഷൻ ബാഡ് ആവുമെന്ന് അവിടെ. ഒന്നാമത്തെ കാര്യം, സാറ് ഒരു ഗ്യാങ് ഡ്രസ് പോലും ഇട്ടിട്ടില്ല ആ സമയത്ത്. ശരിയല്ലേ? ഞാൻ ഗ്യാങ്റസ് ഇട്ടില്ലായിരുന്നു ഓൾറെഡി. ഇട്ടിട്ടില്ല. സാറിന്റെ ഫാമിലി ഉള്ളവരാണോ എന്നാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത് വരെ, അല്ലേ? സാറ് കൂടുന്നപ്പോഴത്തേക്ക് പിന്നെ സാർ അവർ വന്ന് പിറ്റിയപ്പോ സാർ എന്റെ അടുത്ത് എന്താ ചോദിച്ചത്? ഇത് എന്താ സാറേ വൾഗറാക്കുന്നത്? ഇത് സാർ ഇത് വൾഗറാക്കണമെന്ന് ചോദിച്ചത് സാറിന് ഇതിന്റെ കൂടുതൽ മനസ്സിലായിട്ടാണല്ലോ. ഞാൻ അതിന് മുന്നേ പറഞ്ഞ ഡയലോഗും കൂടെ കേൾക്കണം. എന്ത് അതിന് മുന്നേ പറഞ്ഞ ഡയലോഗ്, സാറിന്റെ ഫാമിലിയിൽ ഉള്ളവരാണ് ഈ വരുന്നതെങ്കിൽ അവരോട് പോകാൻ പറയണം. അത് അന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് സാറ് പറഞ്ഞത് എന്ത്? സാറിന് ലീഡറിനാണ് ഇതിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് സാറ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് വൾഗറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ശരിയല്ലേ? ശരിയല്ല, സാറിന് നല്ലപോലെ അറിയായിരുന്നു. ശരി, സാറിന് സാർ ചോറാണ് തിന്നണമെങ്കിൽ സാറിന് നല്ലപോലെ അറിയായിരുന്നു. അത് എന്റെ കൂടെ ഉള്ളവരാണ്. ഇത് പിറ്റിക്കിലോട്ടാണ് പോണേ സാറിന് മനസ്സിലാവുമായിരുന്നു. വൃത്തിക്ക് സാറിന് ഇല്ല സാറിനത് അല്ലല്ല സാറിനത് വൃത്തിക്ക് സാറ് മനസ്സിലായിട്ടുണ്ട്. അതിലെനിക്ക് ഒരു സംശയമില്ല. നമ്മൾ ഒരാളെ ഇതല്ലേ നോക്കണ്ടേ? ഈ ഫാമിലി എന്ന് പറയുന്നതിന് ഒരു മെമ്പർഷിപ്പ് ഡേറ്റ ഇല്ലാത്തൊരു സാധനമാണ്. ശരിയല്ലേ? എന്താ ഓക്കെ, സാറിന്റെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാറിന്റെ കാര്യം വിട്. ഈ നിൽക്കുന്ന സാറിന്റെ ചേട്ടൻ, തൊട്ടടുത്ത് സാറിന്റെ ചേട്ടൻ ഇവിടെ ഒരു TT എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു എന്ന് വെക്കുക. ഓക്കെ, ഇപ്പൊ പേഴ്സണലി ഞാനെന്ന് പറയുന്ന വ്യക്തി 1 മാസം ലീവ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ വന്ന് ജോയിൻ ചെയ്ത ഡെപ്യൂട്ടി ചീഫ് ഓഫ് പോലീസ് ആണ്. ഓക്കെ, അപ്പൊ നിലവിൽ സിറ്റിയിൽ ആരൊക്കെ ഏതൊക്കെ ഫാമിലിയിലുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. വേറെ 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാര്യം ചെയ്യാം. നാളെ നിങ്ങളൊരു ഹയർ ഓഫീസറിനെ ഞാൻ തള്ളി കയറ്റിട്ട് വണ്ടിക്കകത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കണം ഇത് വേറെ ആരോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ട് വണ്ടി ഇറത്തുമ്പോഴും ഞാൻ ചിന്തിക്കണം നിങ്ങൾ എന്നെ ഇപ്പൊ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. അല്ല സാറേ ഞാൻ അങ്ങനെ ചിന്തിക്കാം. എന്ത് ഐഡന്റിറ്റി? സാറിന്റെ ഫാമിലിയുടെ ഐഡന്റിറ്റി സാറിന്റെ ഡ്രസ് അല്ലേ? സാർ എന്റെ ഫാമിലിയുടെ ഐഡന്റിറ്റി എന്റെ ഡ്രസ്സാണ്. എന്റെ കൂടെ ഉള്ളവർ വന്നപ്പോഴത്തേക്കും സാറ് മിനിമം സാറിന് ബുദ്ധി ഉണ്ടെങ്കിൽ സാർ ചിന്തിക്കണമായിരുന്നു എന്റെ കൂടെ ഉള്ളവരാണെന്നത്. സാർ ചിന്തിച്ചു. പിന്നെ ഇവിടെ കിടന്ന് ഇപ്പൊ സംസാരിക്കുന്നതിന് വലിയ ആവശ്യമില്ലല്ലോ സാറേ. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കോൺവെർസേഷന്റെ ആവശ്യമില്ലല്ലോ. എന്നാ KP സാർ ഒന്ന് വന്നേ. ഛത്രജാരി കാര്യം ചോദിച്ചോട്ടെ, അവിടെ നിന്ന് വന്ന് നേരെ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇവിടെ ചെയ്തിട്ട് പോയി കൂടെയായിരുന്നു. സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് നിങ്ങളെ ഇത് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞ എനിക്ക് അല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ. കാരണം വെച്ചാൽ നമുക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ വണ്ടി എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഞങ്ങൾ കഫ് ചെയ്യും. ഇതിപ്പോ ആരായാലും അങ്ങനെയാണ്, ഒരു പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുവരും, സംസാരിക്കും, എന്താണ് കാര്യം എന്ന് നോക്കിയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഹയർ ഓഫീസറിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് അനുസരിച്ച് നമ്മൾ ചെയ്തു വിടുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ എന്തായാലും കൊണ്ടുപോയി സാറിന്റെ പ്രൊസീജിയർ ആണ്. സാറിന്റെ പറഞ്ഞത് നമ്മുടെ പ്രൊസീജിയർ അല്ല സാർ, പിഡിയുടെ പ്രൊസീജിയർ ആണ്. അത് സാറിന്റെ പിയുടെ പ്രൊസീജിയർ സാറ് പറഞ്ഞത്. എന്റെ ഗ്യാങ്ങിന്റെ പ്രൊസീജിയർ ആണ് അവർ ചെയ്തത്. സാറേ എന്നെ കഫ് ചെയ്ത് എനിക്ക് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും സാറേ? ഈ സാറിന്റെ അടുത്ത് പറഞ്ഞ അതിന്റെ അകത്തിരുന്ന് ചന്ദ്രബോസിനെ അവിടുന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ അവിടുന്ന് കൊണ്ടുവന്നത് ഞങ്ങളാണ്. സാറിന്റെ കഫ് ഞങ്ങൾ റിമൂവ് ചെയ്തായിരുന്നല്ലോ. സാറ് ഞങ്ങളെ കൂടെ വണ്ടിയിലല്ലോ വന്നത്. ഇവിടെ പീടിയിൽ വന്നിട്ട് ഞങ്ങളുടെ ആരെയും മോശമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ സാർ? അത് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് സാറേ നിങ്ങൾ അവിടെ വന്നത്. അല്ലേ സംസാരിച്ചിട്ടുണ്ടോ? ഇതുവരെ ആരെയും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ആരും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് അതേപോലെ തന്നെ സാറിനെ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് അവിടുന്ന് ഫയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സാറിന് അതേപോലെ തന്നെ അവിടുന്ന് കൊണ്ടുവന്നത്. സാറിപ്പോ ലാസ്റ്റ് കൊണ്ടുവന്നത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ എന്റെ കൂടുതലുള്ള അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ സംസാരിച്ചു തരാം, സംസാരിക്കണം വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്.
ഓക്കെ അവിടെ സാറേ, വണ്ടി നിർത്താൻ അത് പറഞ്ഞ് സംസാരിച്ചപ്പോഴും അത് തന്നെ ഓക്കെ ഇപ്പൊ ഈ ഇത്രയും കോൺവെർസേഷന്റെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പം പറയുന്നത് എന്നെ ഒന്നും ചെയ്യാനല്ല, നിങ്ങൾ വേറെ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതെന്നാണ് നിങ്ങൾ നിങ്ങൾ പറയാൻ നോക്കുന്നത്. ഓക്കെ, എനിക്കത് മനസ്സിലായി. പക്ഷെ അവർക്ക് ഇപ്പൊ എനിക്ക് എന്റെ സിറ്റുവേഷൻ എന്താണുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. എനിക്കത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്റെ റേഡിയോ നിങ്ങൾ കഫ് ചെയ്താ ചെയ്ത് തന്നെ. ഇവിടെ ആരോ പറഞ്ഞ് കഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഫ് ചെയ്യുമെന്ന്. നിങ്ങൾ ആരെന്ന് എനിക്കറിയണം. ആരാ പറഞ്ഞത്? ഈ സാറാ പറഞ്ഞത്? ഞാൻ കഫ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഫ് ചെയ്യണം സാറേ അത് കേട്ടില്ല. സാറ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും പറഞ്ഞപ്പോ. അപ്പൊ വാട്ടവർ സാർ, എനിക്ക് എന്റെ കൂടുതലെടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അന്നേരം കൊണ്ട്. ഇല്ല, അത് കഴിഞ്ഞിട്ട് സാറിന്റെ ആൾക്കാരെ വന്ന് ഞാൻ ആ മുമ്പേ സംസാരിച്ച സമയത്ത് സാറോട് പറഞ്ഞിരുന്നു. സാറിന്റെ ആൾക്കാർ വന്നിട്ട് സാർ നിർത്തി സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സാർ പറഞ്ഞു സാറിന്റെ കൂടെ ഉള്ളവരോട് കൺവേ ചെയ്തോളൂ, ഇത് അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ സാർ പറയാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്താൻ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലായത്. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല. സാറ് പറഞ്ഞ വണ്ടി ഇപ്പൊ നമ്മള് വണ്ടി നിർത്തുന്നു, അവര് വരുന്നു, നമ്മള് ഇവിടെ വെക്കുന്നു, പോകുന്നു. ഓക്കെ, അപ്പോ നമുക്ക് അതിനൊരു സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ തന്നിട്ടില്ല സാറിന്റെ കൂടെയുള്ള ആൾക്കാർ. സോ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. സാറിന് ഇത് കഴിഞ്ഞ് ഞങ്ങളവിടെ ബാക്കപ്പിന് വന്നപ്പോഴും ഞങ്ങളവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റേഡിയോയിൽ അതായത് മെഗാഫോണിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വണ്ടി നിർത്താവോ ഒന്ന് സംസാരിക്കാനാണെന്ന്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അത് റെസ്പോൺസ് കിട്ടുന്നില്ല, ബിറ്റ് ചെയ്തോണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ. ഈവൻ ഞങ്ങള് മൈക്രോഫോണിൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളെ ഭാഗത്ത്. ഇതെപ്പോഴും സംഭവം നിങ്ങൾ അവിടെ സാർ അത് സിറ്റുവേഷൻ ഓൾറെഡി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഗണ്ണെടുത്ത് ഫയർ ചെയ്യാനല്ല വരുന്നത്. അത് അവർക്കല്ലല്ലോ സാറേ, അതിന്റെ കൂടുതൽ അല്ല മെഗാഫോണിൽ പറയുന്നുണ്ട് സംസാരിക്കാനാണോ, ഒന്ന് വണ്ടി നിർത്താവോ എന്ന് ചോദിക്കുന്നത്. സാറ് മെഗാഫോണിൽ പറയണമെങ്കിൽ അവിടെ എനിക്കടക്കം കേൾക്കണമായിരുന്നല്ലോ, എനിക്ക് കേട്ടില്ല. സാറ് സാറ് വണ്ടിയിലാണെന്ന് തോന്നുന്നു. സാറ് വണ്ടിയിലാണെന്ന് തോന്നുന്നു. ഞങ്ങളെ ബിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്, അതായത് സാറ് അവിടെ ഡൗൺ ആയതിനു ശേഷം ഇല്ല അങ്ങനെ സാറേ അങ്ങനെ ഒരു മെഗാഫോണിന്റെ ഒരു സംസാരം ഞങ്ങളവിടെ കേട്ടില്ല. എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ അവിടെ സാറേ നിങ്ങൾ അടിച്ചതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒബ്വിയസ്ലി അവിടെ ഒരു ഫയർ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വരുന്നത് നിങ്ങളുടെ കൂടുതൽ എന്തായാലും രക്ഷിക്കാനായിരിക്കും. അന്നേരം അവർ വിചാരിച്ച് ഓക്കെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു സംസാരിക്കാൻ താല്പര്യമില്ല, വണ്ടി നിർത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞാൽ അവർ സംസാരിക്കാനാണ് വരുന്നത്, ഒന്ന് വണ്ടി നിർത്തിക്കൂടെന്ന് പറഞ്ഞു. എന്നിട്ടും കണ്ടിന്യൂസ് മീറ്റിംഗ് ആയിരുന്നു. രണ്ടുപേര് സംസാരിച്ചു, എൻ്റെ വോയിസ് കേട്ടിട്ട് രണ്ടുപേര് സംസാരിച്ചു. രണ്ടുപേരിൽ ഒരാൾ റോങ് ആയിട്ട് വണ്ടി നിർത്താൻ താല്പര്യമില്ല എന്നുള്ള ലെവലിലും ഒരാൾ വണ്ടി നിർത്തണം, അവർ സംസാരിക്കാനാണ് വിളിക്കുന്നത് എന്നുള്ള ഇതിലാണ് ടോണിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. പക്ഷെ വണ്ടി മീറ്റിംഗിലായിരുന്നു. ഓക്കെ ചന്ദ്രൻ സാർ, ഇത്രേ ഉള്ളൂ സാർ. കേൾക്കാം സാർ, ഒരു ബേസിക് കാര്യമാണ് പരസ്പരം സംസാരിക്കാന്ന് പറയുന്നത്. അതാണ് സാറേ. അങ്ങനെയാണെങ്കിൽ സാറ് ഞാൻ വണ്ടി കയറിയപ്പോ ബേസിക് ആയിട്ട് അടുത്ത് പറഞ്ഞിട്ട് വണ്ടി ലോക്ക് ചെയ്തെന്താ? ഒരു കാര്യം സാറേ നോർമലി എല്ലാ പിടി അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എക്സ്ട്രാ കുറച്ച് ഫിറ്റിംഗ്സ് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റൊന്നല്ല സാറേ, നിങ്ങൾക്ക് ഉള്ള സംവിധാനം ഞങ്ങൾക്ക് ഇതാ സാറേ. ഞങ്ങളുടെ വണ്ടി അത്രയും സേഫ് ആയിക്കോട്ടെ സാറേ. അല്ല ഗവൺമെന്റ് സംസാരിക്കാലോ, ഗവൺമെന്റ് സംസാരിക്കാം. ഞങ്ങൾക്ക് അവരാണ് പുള്ളിക്കൊരു കറ്റ്. ഈ ചന്ദ്രന് ഇപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ ഇങ്ങോട്ടേക്ക് സ്വയം കഫഴിക്കാൻ വേണ്ടി വന്ന സാധനമായതാണോ അതോ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ടതാണ്? ഞാൻ കഫ് അയക്കാൻ പറഞ്ഞു, സാറിനോട് കഫ് അയക്കാൻ പറഞ്ഞു. എന്ന് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കാനെന്ന് അല്ലല്ലോ ഹോസ്പിറ്റലിൽ വെച്ച്. ഇവരെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമുക്ക് EMS വിളിച്ചായിരുന്നു. ചന്ദ്രബോസ് എന്ന പറഞ്ഞ ആള് ഡൗൺ ആണ്, അപ്പൊ ആള് റിവൈവ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. റിവൈവ് ചെയ്യാൻ പറഞ്ഞു. എന്നെ നിങ്ങളെ നിങ്ങൾ എന്നെ ചെറിയ വ്യത്യാസമുണ്ട് സാറേ. രണ്ടിടത്ത് നടന്ന സംഭവം രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ സംഭവം നിങ്ങൾ ആദ്യം തന്നെ അവിടെ നിന്ന് കഫ് ചെയ്താ കൊണ്ടുവന്നെ, പക്ഷെ പീഡിയിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാ കൊണ്ടുവന്ന. രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട് സാറേ. അല്ല അത് കുഴപ്പമില്ല, അത് മനസ്സിലായി. ഞാൻ ചോദിച്ചിട്ടുള്ളൂ രണ്ടാമത് ഇപ്പൊ വന്നത് സംസാരിക്കാന്ന് പറഞ്ഞോണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന് ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആയെന്ന് സാറിനോട് വിചാരിക്കുന്നു, സാറിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സാറിന്റെ കൂടെ ഉള്ളവരോട് ചെയ്ത് എന്താണെന്ന് സാറിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാറിനെതിരെ ഞങ്ങൾ വേറെ ചാർജസ് ഒന്നും പ്രസ് ചെയ്യുന്നില്ല. സാറിന് പോവാം. ഓക്കെ, താങ്ക് യു സാർ.